Hello friends, welcome back to my channel. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഇൻസ്റ്റന്റ് ആയിട്ടുള്ള പൊറോട്ടയുടെ റെസിപ്പി ആയിട്ടാണ്. ചപ്പാത്തി ഉണ്ടാക്കി എടുക്കുന്ന അതേ സമയം കൊണ്ട് നമുക്ക് ഈ പൊറോട്ട ഉണ്ടാക്കി എടുക്കാനായിട്ട് പറ്റും. ഇതിലേക്ക് ബേക്കിംഗ് സോഡയോ ബേക്കിംഗ് പൗഡറോ പാലോ മുട്ടയോ ഒന്നും ചേർത്തിട്ടില്ല. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പൊറോട്ടയാണിത്. ഒരുപാട് നേരം കുഴച്ചൊന്നും വെക്കാതെ നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കി എടുക്കാൻ പറ്റുന്ന ഒരു റെസിപ്പി കൂടിയാണിത്. വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഇതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 4 കപ്പ് മൈദ എടുത്തിട്ടുണ്ട്. അതൊരു വലിയ ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കണം. 1 ടേബിൾ സ്പൂൺ പഞ്ചസാര കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്കിത് കുഴച്ചെടുക്കാൻ ആവശ്യത്തിനുള്ള വെള്ളം ചേർത്ത് കൊടുക്കണം. നല്ല ചൂടുള്ള വെള്ളമാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. ഏകദേശം 2 കപ്പ് വെള്ളം ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. അതൊരു സ്പൂൺ വെച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി എടുക്കാം. ഈ മാവ് മുഴുവനായിട്ട് നനഞ്ഞു വരുന്നവരെ വെള്ളം ഒഴിച്ച് കൊടുക്കണം. ഇപ്പോൾ ഞാൻ ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ചേർത്തിട്ടൊന്ന് മിക്സ് ആക്കി എടുത്തിട്ടുണ്ട്. നമുക്കിനി ഇതൊന്ന് കൈകൊണ്ട് കുഴച്ചെടുക്കണം. നമ്മൾ ചപ്പാത്തിക്കൊക്കെ കുഴച്ചെടുക്കുന്ന പോലെ ഇതിനൊന്ന് കുഴച്ചെടുക്കാം. സാധാരണ ചപ്പാത്തി മാവിനേക്കാളും കുറച്ചുകൂടി ലൂസായിട്ടാണ് ഇത് കുഴച്ചെടുക്കേണ്ടത്. ഇപ്പം ഞാൻ ഈ മാവൊന്ന് കൈകൊണ്ടൊന്ന് മിക്സ് ആക്കി എടുത്തിട്ടുണ്ട്. നമുക്കിനി ഇത് കൗണ്ടർ ടോപ്പിലിട്ട് ഒന്നുകൂടി ഒന്ന് കുഴച്ചെടുക്കാം. കൗണ്ടർ ടോപ്പിൽ കുറച്ച് ഫ്ലോർ ഇട്ട് കൊടുക്കാം. എന്നിട്ട് അതിന് മുകളിലേക്ക് മാവ് വെച്ചിട്ടൊന്ന് കുഴച്ചെടുക്കാം. ഒന്ന് സോഫ്റ്റ് ആയിട്ട് വരുന്നവരെ ഇതിനൊന്ന് കുഴച്ചെടുത്താൽ മതി. സാധാരണ പൊറോട്ട കുഴച്ചെടുക്കുന്ന പോലെ ഒരുപാട് അങ്ങ് അരിഞ്ഞ് വരേണ്ട ആവശ്യമൊന്നുമില്ല. നമ്മൾ ചപ്പാത്തിക്കൊക്കെ കുഴക്കുന്ന പോലെ മാത്രം കുഴച്ചെടുത്താൽ മതിയാകും. പിന്നെ ഇത് ഒരുപാട് സ്ട്രെച്ചി ആയിട്ടൊന്നും വരില്ല. നല്ല സോഫ്റ്റ് ആയിട്ടൊന്ന് കുഴച്ചെടുത്താൽ മാത്രം മതി. ഇപ്പോൾ ഞാനിത് നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്. നല്ല സോഫ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. നമുക്ക് കൈകൊണ്ട് ഇതുപോലെ ഒന്ന് കുത്തി നോക്കിയാൽ മനസ്സിലാവും നല്ലതുപോലെ സോഫ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഈ മാവൊന്ന് ഡിവൈഡ് ചെയ്തെടുക്കാം. നമ്മൾ ഉണ്ടാക്കുന്ന പൊറോട്ടയുടെ വലിപ്പത്തിന് ബോൾസ് ആക്കിയിട്ട് ഉരുട്ടിയെടുക്കാം. ഈ ഒരു അളവിന് നമുക്കൊരു 8 മുതൽ 10 പൊറോട്ട വരെ ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും. വലിയ പൊറോട്ട ആണെങ്കിൽ 8 എണ്ണം ഉണ്ടാക്കിയെടുക്കാം, അല്ലെങ്കിൽ 10 പൊറോട്ട വരെ ഉണ്ടാക്കിയെടുക്കാം. ഞാനിപ്പോൾ 8 ആയിട്ടാണ് ഇത് ഡിവൈഡ് ചെയ്തെടുക്കുന്നത്. ഇപ്പോൾ ഞാനത് 8 ആയിട്ട് ഡിവൈഡ് ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്ക് ഓരോ ബോൾസും കൈകൊണ്ടൊന്ന് ഉരുട്ടിയെടുക്കാം. എന്നിട്ട് ഉടനെ തന്നെ ഇത് പരത്തിയെടുക്കണം. അതിന് വേണ്ടിയിട്ട് കൗണ്ടർ ടോപ്പിലേക്ക് കുറച്ച് ഫ്ലോർ ഒന്ന് ഡസ്റ്റ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമുക്കിതൊന്ന് പരത്തിയെടുക്കാം. ചപ്പാത്തിയൊക്കെ ഉണ്ടാക്കിയെടുക്കുന്നതിനേക്കാളും വളരെ തിന്നായിട്ട് വേണം പരത്തിയെടുക്കാനായിട്ട്. എത്രത്തോളം കട്ടി കുറച്ച് പരത്തിയെടുക്കാവോ അത്രയും കട്ടി കുറച്ച് പരത്തിയെടുക്കണം. ഞാനിപ്പോൾ ഇത് നല്ലതുപോലെ പരത്തിയെടുത്തിട്ടുണ്ട്. നല്ല കനം കുറച്ച് പരത്തിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കുറച്ച് ഓയിലൊന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കാം. നമ്മൾ ഈ പൊറോട്ട ചുട്ടെടുക്കുന്ന സമയത്ത് നല്ല ലെയർ ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. കുറച്ച് ഓയിൽ നല്ലതുപോലെ ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുത്തതിന് ശേഷം അതിന് മുകളിലായിട്ട് കുറച്ച് പൊടി ഒന്ന് തൂക്കി കൊടുക്കണം. ഇങ്ങനെ പൊടി തൂക്കി കൊടുക്കുന്നത് തമ്മിൽ ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ്, നല്ല ലെയർ ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇതൊരിക്കലും സ്കിപ്പ് ചെയ്യരുത്. പൊടി തൂക്കി കൊടുത്തതിന് ശേഷം ഇതുപോലെ പ്ലീറ്റ് ആയിട്ടൊന്ന് അടുക്കിയെടുക്കണം. സാധാരണ പൊറോട്ട സ്ട്രെച്ച് ചെയ്തെടുക്കുന്ന പോലെ ഇത് സ്ട്രെച്ച് ചെയ്തെടുക്കാനായിട്ട് പറ്റില്ല. ഇങ്ങനെ ഒന്ന് അടുക്കി കൊടുത്തതിന് ശേഷം ഒന്ന് റോൾ ചെയ്തെടുക്കാം. എന്നിട്ട് അതിൻ്റെ അവസാനം വരുന്ന പോർഷനുള്ളിലേക്ക് കയറ്റി വെച്ചാൽ മതി. ഇപ്പോൾ നമ്മളിവിടെ ഒരു പൊറോട്ട ചുറ്റി എടുത്തിട്ടുണ്ട്. ഇതുപോലെ തന്നെ ബാക്കിയുള്ളതും കൂടി ചെയ്തെടുക്കാം. വളരെ സിമ്പിളാണ്. നമ്മൾ ഉണ്ടാക്കിയെടുത്ത 8 ബോൾസും ഞാനിവിടെ ചുറ്റി എടുത്തിട്ടുണ്ട്. നമുക്കിനി പൊറോട്ട ഒന്ന് പരത്തിയെടുക്കാം. ഇത് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കേണ്ട ആവശ്യമൊന്നുമില്ല. നമുക്ക് ഉടനെ തന്നെ ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും. ചപ്പാത്തിയൊക്കെ ഉണ്ടാക്കിയെടുക്കുന്ന പോലെ തന്നെ പൊറോട്ടയും ഉണ്ടാക്കിയെടുക്കാം. പരത്തിയെടുക്കുമ്പോൾ കുറച്ച് ഓയിലൊന്ന് തേച്ച് കൊടുക്കാം, അല്ലെങ്കിൽ കുറച്ച് ഫ്ലോർ ഒന്ന് ഡസ്റ്റ് ചെയ്ത് കൊടുത്താലും മതി. ഒരുപാട് കനം കുറച്ച് പരത്തിയെടുക്കരുത്. കുറച്ച് കട്ടിയിൽ വേണം പൊറോട്ട പരത്തിയെടുക്കാനായിട്ട്, അല്ലെങ്കിൽ നമുക്ക് ആ കറക്റ്റ് ആ ലെയർ കിട്ടില്ല. ഇനി നമുക്ക് ഈ പൊറോട്ട ചുട്ടെടുക്കാൻ വേണ്ടിയിട്ട് ഒരു പാൻ ചൂടാക്കാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. ഞാനിവിടെ ഒരു ഇരുമ്പിൻ്റെ പാനാണ് എടുത്തിട്ടുള്ളത്. നന്നായിട്ട് ചൂടായി വരുമ്പോൾ നമുക്കതിലേക്ക് പൊറോട്ട ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഒരു സൈഡ് ഒന്ന് കുക്കായി വരുമ്പോൾ അതിലേക്ക് നമുക്ക് ഓയിലൊന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കാം. ആവശ്യത്തിനുള്ള ഓയിൽ ബ്രഷ് ചെയ്തെടുത്തതിന് ശേഷം നമുക്ക് മറിച്ചിട്ട് കൊടുക്കാം. 2 സൈഡ് നല്ല ഗോൾഡനും ക്രിസ്പി ആയിട്ട് വരുന്നവരെ ഇതിനൊന്ന് കുക്ക് ചെയ്തെടുത്താൽ മതി. ആവശ്യമെങ്കിൽ വീണ്ടും ഓയിൽ ഒഴിച്ചു കൊടുക്കാം. അങ്ങനെ ഇവിടെ 2 സൈഡും നന്നായിട്ട് കുക്കായി വന്നിട്ടുണ്ട്. നല്ലതുപോലെ മുരിഞ്ഞ് വന്നിട്ടുണ്ട്. നമുക്കിനി ഇത് പാനിൽ നിന്ന് മാറ്റാം.
നിങ്ങൾക്ക് വേണമെങ്കിൽ നോൺ സ്റ്റിക്കിൻ്റെ പാനും യൂസ് ചെയ്യാം. അയൺ പാനിൽ തന്നെ കുക്ക് ചെയ്യുന്നതാണ് കൂടുതൽ നല്ലത്. പെട്ടെന്ന് തന്നെ പൊറോട്ട വെന്ത് വരികയും ചെയ്യും. നല്ല ടേസ്റ്റിയായിരിക്കും. ഇനി നമുക്ക് ഈ പൊറോട്ട ചൂടോടെ തന്നെ ഇങ്ങനെ അടിച്ചെടുക്കണം. അപ്പോൾ ചൂടോടുകൂടി തന്നെ ഇതുപോലെ അടിച്ചെടുക്കുകയാണെങ്കിൽ നല്ല ലെയറായിട്ട് കിട്ടും. നല്ല സോഫ്റ്റായിട്ട് വരികയും ചെയ്യും. എത്ര നേരം പുറത്ത് വെച്ചാലും ഇത് സോഫ്റ്റായിട്ട് തന്നെ ഇരിക്കും. ഇതുപോലെ തന്നെ ബാക്കിയുള്ള പൊറോട്ടയും ചെയ്തെടുക്കാം. സാധാരണ നമ്മൾ പൊറോട്ട കുഴച്ചെടുക്കുമ്പോൾ ഒരുപാട് നേരം കുഴയ്ക്കാൻ വേണം. അതുപോലെ തന്നെ കുറേ നേരം മാവ് റെസ്റ്റ് ചെയ്യാനും വെക്കണം. എന്നാലേ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പൊറോട്ട കിട്ടുള്ളൂ. ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പൊറോട്ട നമുക്ക് വളരെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാനും പറ്റും. നിങ്ങൾക്ക് ഈ വീഡിയോ കണ്ടാൽ തന്നെ അറിയാം നല്ല സോഫ്റ്റ് ആയിട്ടാണ് പൊറോട്ട ഉള്ളത്. നല്ല ലെയറും വന്നിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒരിക്കലെങ്കിലും ഈ ഒരു റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങൾക്ക് എല്ലാവർക്കും ഇന്നത്തെ റെസിപ്പി ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അതുപോലെ നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. പുതിയ റെസിപ്പിയുമായിട്ട് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.